നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഗ്ലോറിഫൈ ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. തുടക്കത്തിലേ പറയുന്നു, മൂന്നാം പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് ജാമ്യം കിട്ടിയതിന്റെ വിധിപ്പകർപ്പാണിത്. ഇത് പൂർണ്ണമായി വായിക്കുമ്പോൾ ഒരു ജാമ്യാപേക്ഷയുടെ വിധിപ്പകർപ്പായിട്ടല്ല തോന്നുന്നത്. ഓരോ കാര്യവും ഇഴകീറി പരിശോധിച്ചിരിക്കുന്നു. കോടതി കൃത്യമായ ചോദ്യങ്ങളും കണ്ടെത്തലുകളും നടത്തിയിരിക്കുന്നു. ഇത് വിചാരണയ്ക്ക് ശേഷം പുറത്തു വന്നിരിക്കുന്ന ഒരു വിധിന്യായത്തിന്റെ പകർപ്പിനോട് ചേർത്ത് വെക്കാവുന്ന ഒരു ഉത്തരവായി തോന്നും. കാരണങ്ങളുണ്ട്. പെറ്റീഷണറുടെയും പ്രോസിക്യൂഷന്റെയും വാദങ്ങൾക്ക് ശേഷം പ്രോസിക്യൂഷൻ നൽകിയ റിപ്പോർട്ട് പരിഗണിച്ചതിന് ശേഷം കോടതിയുടെ ചില ചോദ്യങ്ങളുണ്ട്. അതിൽ ഒന്ന്, ഈ കേസിലെ അതിജീവിത തന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതിജീവിത വിവാഹിതയാണെന്നും അതിജീവിത ഏതെങ്കിലും തരത്തിൽ ആ വിവാഹബന്ധം വേർപെടുത്തുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ നിയമപരമായി ചെയ്തിട്ടില്ല എന്നും കോടതി തുടക്കത്തിലെ ചൂണ്ടിക്കാണിക്കുന്നു. അതുപോലെ അതിജീവിത ഈ കേസിലെ പ്രതിയെ ഒരു പ്രൈവറ്റ് ഇന്ററാക്ഷന് വേണ്ടിയാണ് കാണുന്നതെന്നും അത്തരത്തിൽ കാണുന്നതിന് മുമ്പ് സോഷ്യൽ മീഡിയ വഴിയല്ലാതെ ഒരിക്കൽ പോലും ഇവർ തമ്മിൽ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നതും, അതുപോലെ പീഡനത്തിന് ശേഷം നടന്ന ചില സാമ്പത്തിക ഇടപാടുകളും ഫ്ലാറ്റ് വാങ്ങുന്നതിന് വേണ്ടി നടത്തിയ ചില തീരുമാനങ്ങളും പിന്നീട് സാമ്പത്തികമായ ചില പരാധീനകൾ കൊണ്ട് അതിജീവിത തന്നെ അതിൽ നിന്നും പിന്മാറിയതും കോടതി ഈ ഉത്തരവിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇനി അറസ്റ്റിലേക്ക് വരാം. അറസ്റ്റ് നടക്കുന്നത് വ്യക്തമായി വീഡിയോ ചിത്രീകരിച്ച് ചാനലുകൾക്ക് കൊടുത്ത പോലീസ് ചെയ്യേണ്ടിയിരുന്ന ചില കാര്യങ്ങൾ ചെയ്തില്ല എന്നത് കോടതി പരിഗണിച്ചു. ഒരു അറസ്റ്റ് നടക്കുന്നതിന് മുമ്പ് സെക്ഷൻ 41 നോട്ടീസ്, അതുപോലെ സെക്ഷൻ 50 CRPC കംപ്ലയൻസ്, ഈ രണ്ട് കാര്യങ്ങളും ഈ കേസിൽ ഇല്ല എന്ന് പ്രതിവാദിച്ചത് കോടതി ശരിവെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കാരണം സെക്ഷൻ 50 കംപ്ലയൻസ് എന്നാൽ എന്തൊക്കെ കാരണം കൊണ്ടാണ് ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത് എന്ന് വ്യക്തമായി എഴുതി അന്വേഷണ ഉദ്യോഗസ്ഥൻ പ്രതിക്ക് നൽകണമെന്നാണ് പറയുന്നത്. എന്നാൽ അത്തരത്തിൽ ഇവിടെ ഒന്നും എഴുതി കൊടുത്തിട്ടില്ല. പക്ഷെ പ്രോസിക്യൂഷൻ നിരത്തുന്ന വാദമുണ്ട്, അത്തരത്തിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. പക്ഷെ കോടതി പരിശോധിക്കുമ്പോൾ അത്തരത്തിൽ എഴുതി കൊടുത്തിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട കാരണങ്ങളല്ല. സാധാരണഗതിയിൽ ഒരു അറസ്റ്റ് നടക്കുമ്പോൾ എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ, അതിജീവിതയെ കോണ്ടാക്ട് ചെയ്യാൻ പാടില്ല, തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്, വിറ്റ്നസ്സുകളെ സ്വാധീനിക്കാൻ ശ്രമിക്കും എന്നിങ്ങനെ സാധാരണ എഴുതി കൊടുക്കുന്ന കാരണങ്ങളല്ലാതെ ഈ കേസിന് ആസ്പദമായ ഒന്നും തന്നെ കണ്ടില്ല എന്നതും കോടതി നിരീക്ഷിച്ചു. ഇതെല്ലാം പരിഗണിച്ച് സെക്ഷൻ 50 കംപ്ലയൻസ് ഈ കേസിൽ പോലീസുകാർ നടത്തിയിട്ടില്ല എന്നതും കോടതിക്ക് എഴുതി വെക്കേണ്ടതായി വന്നു. അതായത് അറസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഷൂട്ട് ചെയ്ത് മാധ്യമങ്ങൾക്ക് നൽകിയ പോലീസ് അറസ്റ്റിന്റെ കാരണങ്ങൾ എഴുതി പ്രതിക്ക് കൊടുത്തില്ല എന്നതും കോടതി വളരെ വ്യക്തമായി ഈ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്.